नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 78. ബല്വല മോക്ഷവും ഭഗവാൻ ബലരാമൻ്റെ തീർത്ഥാടനവും. പേജ് നമ്പർ 764. യുദ്ധം നിർത്താനാഗ്രഹിച്ച ബലരാമൻ പറഞ്ഞു, പ്രിയപ്പെട്ട രാജാ ദുര്യോധന, രാജാ ഭീമസേന, നിങ്ങൾ ഇരുവരും വലിയ യോദ്ധാക്കളാണെന്നും മഹാവീരന്മാരായി ലോകത്ത് അറിയപ്പെടുന്നവരാണെന്നും നമുക്കറിയാം. എങ്കിലും ദേഹബലത്തിൽ ഭീമൻ ദുര്യോധനനേക്കാൾ ശ്രേഷ്ഠനാണ്. അതേസമയം ഗദായുദ്ധത്തിൽ ദുര്യോധനനാണ് കൂടുതൽ സാമർഥ്യം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ ഒരാളും മറ്റേയാളെക്കാൾ യുദ്ധവിഷയത്തിൽ താഴെയല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ പരിതസ്ഥിതിയിൽ നിങ്ങളിൽ ഒരാൾ മറ്റേയാളോട് പരാജയപ്പെടാനുള്ള സാധ്യത തികച്ചും വിരളമാണ്. അതിനാൽ ഇത്തരത്തിലുള്ള യുദ്ധത്തിനായി നിങ്ങളുടെ സമയം പാഴാക്കരുതെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ അനാവശ്യമായ പോരാട്ടം അവസാനിപ്പിക്കണമെന്നാണ് നമ്മുടെ അഭിലാഷം. ഭഗവാൻ ബലരാമൻ ഭീമസേനനും ദുര്യോധനനും നൽകിയ ഈ സതുപദേശം രണ്ടുപേരുടെയും നന്മയെ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ പരസ്പര വിദ്വേഷം അവരെ പൊതിഞ്ഞിരുന്നതിനാൽ ചിരകാലമായി നിലനിന്നുപോന്ന പരസ്പര വൈരത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇരുവർക്കും മറ്റേയാളെ വധിക്കുന്ന കാര്യത്തെക്കുറിച്ചു മാത്രമേ ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ. അതിനാൽ ബലരാമൻ്റെ നിർദ്ദേശത്തിന് അവർ പ്രാധാന്യം കൽപ്പിച്ചില്ല. പരസ്പരം നടത്തിയ ശക്തമായ ആരോപണങ്ങളും പാലിച്ചുപോന്ന ചീത്ത പെരുമാറ്റങ്ങളും മാത്രം ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ഭ്രാന്തന്മാരെ പോലെയായിരുന്നു ഇരുവരും. അവരുടെ തലയിലെഴുത്ത് എന്തെന്നറിയാമായിരുന്ന ബലരാമന് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും ചെയ്യാൻ താൽപ്പര്യവുമില്ലായിരുന്നു. അതിനാൽ അവിടെ നിൽക്കാതെ ദ്വാരകയിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. ഉഗ്രസേന മഹാരാജാവിൻ്റെയും മറ്റു മുതിർന്നവരുടെയും നേതൃത്വത്തിൽ ബന്ധുക്കളും മിത്രങ്ങളും ചേർന്നു അത്യാഹ്ലാദത്തോടെയാണ് ദ്വാരകയിൽ ഭഗവാൻ ബലരാമനെ സ്വീകരിച്ചത്. ഇതിനുശേഷം വീണ്ടും അദ്ദേഹം തീർത്ഥാടന സ്ഥലമായ നൈമിഷാരണ്യത്തിലേക്കു പോയി. ഋഷിമാരും പുണ്യാത്മാക്കളും ബ്രാഹ്മണരുമെല്ലാം എഴുന്നേറ്റുനിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്ഷത്രിയനാണെങ്കിലും ഭഗവാൻ ബലരാമൻ യുദ്ധവ്യാപാരങ്ങൾ മതിയാക്കിയെന്നു അവർ മനസ്സിലാക്കി. അതിനാൽ സദാ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന ബ്രാഹ്മണരും ഋഷിമാരും
ഏറെ സന്തുഷ്ടരായി. അവർ അത്യന്തം വാത്സല്യത്തോടെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. പുണ്യഭൂമിയായ നൈമിഷാരണ്യത്തിൽ അനേകം തരത്തിലുള്ള ബലികർമാദികൾ അനുഷ്ഠിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. സാധാരണ മനുഷ്യർ ചെയ്യുന്ന യാഗാദികളൊന്നും ബലരാമൻ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പരമപുരുഷനാകയാൽ ഇത്തരം യാഗാദികളുടെയെല്ലാം ഭോക്താവ് അദ്ദേഹം തന്നെയാണ്. അങ്ങനെയിരിക്കെ വേദാനുശാസനങ്ങൾ അനുസരിക്കേണ്ടതെങ്ങനെയെന്നു കാണിക്കാൻ വേണ്ടി മാത്രമാണ് മാതൃകാപരമായി ഈ യാഗാദികൾ അദ്ദേഹം അനുഷ്ഠിച്ചത്. ജീവാത്മാക്കളും പ്രപഞ്ച പ്രത്യക്ഷവും തമ്മിലുള്ള ബന്ധം ഈ പ്രപഞ്ചത്തെയൊട്ടാകെ എങ്ങനെയാണു കൈക്കൊള്ളേണ്ടത്? സമ്പൂർണതയുടെ പരമലക്ഷ്യം നേടാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെടേണ്ടതെങ്ങനെ? ഈ പ്രപഞ്ച പ്രത്യക്ഷം മുഴുവനും നിലകൊള്ളുന്നത് പരമപുരുഷനിലാണെന്ന ബോധം, അണുവിൽ പോലും ഭഗവാന്റെ പരമാത്മരൂപത്തിലുള്ള സർവവ്യാപിത്വം എന്നീ വിഷയങ്ങളെക്കുറിച്ച് പരമപുരുഷനായ ബലരാമൻ നൈമിഷാരണ്യത്തിലെ ഋഷിമാർക്കും ബ്രാഹ്മണർക്കും ഉപദേശിച്ചു നൽകി. തുടർന്ന് അദ്ദേഹം യാഗാവസാനത്തിൽ പതിവുള്ള അവഭൃത സ്നാനം നടത്തി. സ്നാനാനന്തരം പുതിയ പട്ടാംബരങ്ങളും രത്നാഭരണങ്ങളും അണിഞ്ഞ് ബന്ധുമിത്രാദികളുടെ ഇടയിലെത്തി. ആകാശത്തിലെ തേജോഗോളങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ പോലെയാണ് അദ്ദേഹം അവരുടെ ഇടയിൽ കാണപ്പെട്ടത്. പരമപുരുഷനായ അനന്തൻ തന്നെയാണു ഭഗവാൻ ബലരാമൻ. അതിനാൽ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ മനസ്സിലാക്കാവുന്ന പരിധിക്കപ്പുറത്താണ് അദ്ദേഹം. സ്വന്തം ലക്ഷ്യസാധ്യത്തിനാണ് അദ്ദേഹം മനുഷ്യനായി അവതരിച്ചതും അതനുസരിച്ചു പ്രവർത്തിച്ചതും. അവയൊക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങളെന്നേ നമുക്ക് വിശദീകരിക്കാനാവൂ. ആ ലീലാവിലാസങ്ങളുടെ അപരിമേയമായ പ്രകടനങ്ങളുടെ വ്യാപ്തി കണക്കാക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അദ്ദേഹം സർവശക്തനാണ്, സാക്ഷാൽ വിഷ്ണുവാണ്. അതിനാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭഗവാൻ ബലരാമന്റെ ലീലാവിലാസങ്ങളെ സ്മരിക്കുന്നവൻ പരമപുരുഷന്റെ മഹാഭക്തനായി തീർന്ന് സർവവിധമായ ജീവിത വിജയങ്ങളും നേടും. ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ബല്വലമോക്ഷവും ഭഗവാൻ ബലരാമന്റെ തീർത്ഥാടനവും എന്ന 78-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.